ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമാമോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും ചേട്ടാ കട്ടപ്പുറം വരെ പോവാണ്. താടിയൊക്കെ നിറച്ചിരിപ്പിട്ട് പോത്തേ എന്നോട് പറയാം ഇത് ഞാൻ ഡൈ അടിക്കുന്നില്ലടി. ഇത് പിന്നെ എന്തിനല്ലേ ഈ ഡൈ ഡൈ അടിക്കുന്നില്ലടി ഇത് പറയും. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഡൈ അടിച്ചു, അതാ കാണാനൊരു വൃത്തിയതല്ലേ. ഇന്നലെ സ്മിതി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ടേ സരിക്ക് ചായ എന്നോട് കൊടുക്കാനായിട്ട് അവൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നിട്ട് ചോദിക്കുക മാമനാറ്റി താടി പോത്ത് ഇങ്ങനെ നരപ്പിച്ച് വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ആ സമയം ചെവിക്ക് വേദനയായിരുന്നടി, അതുകൊണ്ട് തണുപ്പടിക്കണ്ടെന്നൊക്കെ ഓർത്തോണ്ട് കുറെ സമയം ഇത് വെച്ചോണ്ടിരിക്കണമല്ലോ. അതുകൊണ്ടെങ്ങാണ്ട് ഡാഡിന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞു എന്നാ ഡൈ അടിക്കാത്തത്. അയ്യോ എന്താ അപ്പൊ 10, 80, 90 വയസ്സ് വരെ ഉള്ളവരെ എല്ലാരും അടിക്കുന്നത് അല്ലേ? അങ്ങനൊന്നും ഇല്ല. അല്ല പിന്നെ ഡൈ കമ്പനി ഇറങ്ങണ്ടായിരുന്നല്ലോ. ആണോ? ഒത്തിരി പേര് പറഞ്ഞോ? അത് ശരി. അപ്പം എന്തായാലും ഞങ്ങൾ കട്ടപ്പന വരെ പോവാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മും വിഷ്ണുവും ഒക്കെ പോകുന്നതിന് മുമ്പൊക്കെ ഞാൻ അന്ന് പോകാനായിട്ട് തല്ലിക്കുട്ടി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോകുന്നതിന് മുമ്പേ പോകാൻ ഇറങ്ങിയപ്പോഴൊക്കെ എടുത്ത ഒരു വീഡിയോ ഒക്കെ കിടപ്പുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോയും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശരീരത്തിനും മനസ്സിനും ഒന്നും അത്ര ഒരു സുഖമില്ലായിരുന്നു, അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കിടന്ന വീഡിയോയാ. ചേട്ടാ ഈ പാമ്പിനെയൊക്കെ തോളയിട്ടൊക്കെ കണ്ടായിരുന്നോ നിങ്ങളൊക്കെ? എന്റെ അമ്മയെ എന്നിട്ട് തൂത്ത് കൊടുക്കുക. എനിക്ക് പേടിയില്ല, പണ്ടോട്ടെ പേടിയില്ല. അതുകൊണ്ട് പോലെ പിന്നെ സന്തോഷിന്റെ ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെ വഴി സൈഡില് സന്തോഷിന്റെ ഞങ്ങളെല്ലാരും കണ്ടു. ഞാൻ കണ്ടില്ല, ഞാനത് പോയി കണ്ടില്ല, കയറിപ്പോയി. പൊളിക്കണമെങ്കിൽ അത് പാടുപെട്ട് ഗേറ്റ് ഒക്കെ പിടിപ്പിച്ചതിന്റെ ഇപ്പുറത്തായിട്ട് ഇന്നലെ ചോദിച്ചപ്പോ പോയിട്ടില്ലെന്നാ പറഞ്ഞ അവിടെ ഇരിപ്പുള്ളത്. ഈ മൂർഖമാമ്പൊക്കെ മുട്ടയൊക്കെ ഇടുന്ന സമയമോ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയമൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ന്യൂസിനകത്തൊക്കെ കഴിഞ്ഞിടയ്ക്ക് കണ്ടായിരുന്നു 2-3 പ്രാവശ്യം. എന്നാലും ബോട്ടില്ലെന്ന് പറഞ്ഞു. ദൈവമേ, ഹരിദ്രപ്പള്ളിയിലൊക്കെ പോയി പാമ്പ് ഓടി ഒന്നും ആരെയും ഒന്നും ഉപദ്രവിക്കില്ല. കാണുമ്പോൾ ഒരു പേടിയല്ല, ചവിട്ടുകയോ പിടിക്കുകയോ ചെയ്തുമ്പോഴേ ഏത് മൃഗമോ അങ്ങനെ ചെയ്യത്തുള്ളൂ. അതിനെ ഉപദ്രവിക്കാൻ അവരും തിരിച്ചു ചെയ്യും. ശരിയാ. ആരാണേലും നമ്മളെ ദ്രോഹിക്കാൻ വന്നാൽ നമ്മൾ സ്വയരക്ഷിക്കാണെങ്കിലും തിരിച്ച് പ്രതികരിക്കും ചെയ്തിരിക്കും അല്ലേ? പട്ടിയെ തന്നെ കല്ലെടുത്തറിയപ്പെടെ ഓടി ഒന്ന് പിടിക്കുന്നത്. അതെ അതെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയും നല്ലൊരു ഹാപ്പി വീഡിയോ ആയിരിക്കും. ഇടയ്ക്കൊക്കെ ഇച്ചിരി ഭാഗത്തൊക്കെ പിള്ളേരും ഒക്കെ ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ ആരും മിസ് ചെയ്യാണ്ട് കൂടി പോയിക്കണ്ട കേട്ടോ. ഇച്ചിമ വാരി തരണോ? എന്നാ വാരി തരാം. ബാപ്പു എന്റെ ബാപ്പുവിനെ ഭയങ്കര ലോകിയോ താനും പാപ്പും മാളൂടെ അലമ്പുവാ ചുമ്മാ. അതെ അതെ അതെ. കൊതുകൂടോ കൊച്ചിനെ കടിച്ചതാ. ആയിരിക്കും ചിലപ്പോ. അല്ല മുമ്പേ നിന്റെ മാളെ ഓർഡർ ഓടിച്ചിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. ഓ ഇന്ന് അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനം അതാ. അയ്യോ ചൂരക്കറി ഉണ്ട് വേണോ? ബീൻസ് മെഴുക്കുവരട്ടിയുണ്ട്, സ്പെഷ്യൽ ചാറുണ്ട്, പരിപ്പുകറിയുണ്ട്, കക്കായച്ചുണ്ട്, പപ്പടമുണ്ട്. അല്ല പോരെ കക്കാർച്ചി ആ മൂലെ കൊണ്ട് വെച്ചേക്കും. എന്താന്നറിയാവോ? പാപ്പൂന് അലർജിയാ അല്ലേ? എന്നാ അമ്മ വാരി തരട്ടെ? നാളെ പോകുന്നുണ്ടോ? സ്കൂളിലാണോ നാളെ പോകുന്നേ? ആണോ? ഇന്നമ്മ വീട്ടിൽ പോകുന്നുണ്ടോ? പോന്നില്ലേ ഇന്നമ്മ വീട്ടിൽ? പോന്നില്ലേ? എന്നാ ഇപ്പൊ 2 വഴക്ക് പറഞ്ഞാൽ മതി. ഇപ്പൊ പറയൂ അച്ചു നമുക്ക് ഇന്നമ്മ വീട്ടിൽ പോകുന്നത്. ഷിൻഡു തല്ലി. ഷിൻഡു വെള്ളൊക്കെ വഴക്കുണ്ടാക്കി തല്ലി. പോകുന്നുണ്ടോ? ഇതന്നെ ചേട്ടാ ഒരു കറി എടുക്കാതിരിക്കുന്നേ. മീൻ വറുത്ത കുട്ടിയുടെ നല്ല മീൻ വറുത്തത് വേണ്ട, പരിപ്പ് കറി. എവിടുന്നാണ് ഈ മുട്ടായി കിട്ടിയത് ചൂനിക്ക്? ആരാ കൊണ്ടുവന്നേ? പാപ്പും മോളും അടിയാതാനും. പാപ്പു കൊണ്ട് ഒളിച്ചു വെച്ചത് ആരാ തന്നെ? കൊച്ച് ആരാടി ഇപ്പൊ തന്നത്? ആരോടാ കൂട്ടുള്ളേ? ആരോടാ കൂട്ടുള്ളേ? പാപ്പുവിനോടോ? കോക്കറി കളിക്കുന്നുണ്ടോ ചേട്ടനെ? ചേട്ടനെ കോക്കറി കളിക്കുന്നുണ്ട് ചേട്ടാ. ഇന്നലെ സന്തോഷം അവളും കൂടെ കളിച്ചപ്പോഴും എന്നാണ്ട് ആ കമ്പയെ കയറിയപ്പോഴും സന്തോഷം കാണിക്കുന്നുണ്ട്.
അതല്ല മറ്റേ ഇതിനകത്തും കാണുന്നേ. ടോമ ഇത് കൂട്ട് കാർട്ടൂണിനകത്ത് ഉണ്ടോ? ഓരോരിടവും കിടക്കാനുണ്ടോ? വായടേ നമുക്ക് ഇറങ്ങിപ്പോയേക്കാം ഈ വീട്ടിൽ നിന്ന്. നമുക്ക് പോയേക്കാം. ചേട്ടാ നോക്കറി കാണിക്കുന്നുണ്ടോ? ചുമ്മാ ചുമ്മാ കാണിക്കല. ചുമ്മാ ഇരിക്കുമ്പോ മര്യാദയ്ക്ക് ഉണ്ടോ? അതാ കാര്യം. പാപ്പ ഇവിടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ അലമ്പ ഭയങ്കര ഒച്ചയും ബഹളവും. ആടെയാണ് താനും. ഇതന്നെ ഒച്ചാണോ? ആ കല്യാണിയാ പാപ്പുന്റെ പൊന്ന്. കൊടുത്തിട്ടോ പോ. ഇച്ചിരി നേരത്തിന് തലക്ക് വിളവ് കിട്ടുമല്ലോ. പോ. പാപ്പു തന്നെയാണോ മകളോട് പോകുന്നുണ്ടോ? അമ്മേ കിടക്കുന്നില്ലേ? അല്ല കൊറേ നേരമായി പൊതിഞ്ഞേട്ടലൊക്കെ തുടങ്ങിയിട്ട്. ഇന്ന് പോവായിരുന്നു ഞങ്ങളാണ് ഗൈസ്. ഒരു മഹതി കാരണം ഞങ്ങക്ക് പോവാൻ പറ്റിയില്ല. ഇന്നും കൂടെ അമ്മയുടെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചേട്ടോ. വന്നിട്ട് നമുക്ക് അങ്ങ് അമ്മയോട് നിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇന്നുകൂടെ നിന്ന് അമ്മ പൊതിഞ്ഞേട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് കൊച്ചു തന്നൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നല്ലോ. നിതിമോള് അതിനൊന്നും വാങ്ങി കൊടുത്തില്ല. വൈകിട്ട് നമ്മള് ചെല്ലും എന്നുള്ളൊരു ധാരണയ്ക്ക്. പക്ഷെ നമ്മള് ഗാനമേളക്ക് നമ്മൾ തീർന്നു പോയി. ഗാനമേള പകുതി എത്തിയപ്പോഴത്തേക്ക് ഗാനമേള തീർന്നു കേട്ടോ. ക്ലിപ്പൊക്കെ മേടിച്ചു വന്നു. അവക്ക് ബലൂൺ മേടിച്ചു കൊടുത്തു. അത് ജാനി അതേപടി കൊണ്ടുവന്നു ഇങ്ങോട്ട്. ആ ഇങ്ങനത്തെ അവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആരും കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരെണ്ണം വെച്ചാ മതി. ഒരെണ്ണം എന്റെ ബാഗിൽ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ല പണ്ടൊക്കെ എന്നാ വലിയ ഉഴുന്നറൊക്കെ പറയുന്നല്ലേ. ഇപ്പൊ ചെറുതായി. ആണോ? ഇതിന് എത്ര രൂപ ആയിരിക്കും? 20 രൂപയോ? ആണോ? ഇപ്പൊ എല്ലാത്തിനും ഭയങ്കര വിലയല്ലേ. 2 കടലമുട്ടായി 10 രൂപ. നേരത്തെ നമ്മൾ കടലമുട്ടായി 5 രൂപയെങ്കിൽ 10 രൂപയ്ക്കൊക്കെ മേടിച്ച എത്ര രൂപ? എല്ലാം പറ്റീര. അവിടെ തല്ലുമാലയാണ് വിച്ചുവിന്റെ പില്ല എടുത്ത് അവള് എന്തോ ആക്കിന്ന്. അതായത് ഇങ്ങനെ എവറസ്റ്റ് പോണക്ക് ഞാൻ പൊക്കി പൊക്കി വെക്കില്ലേ, അങ്ങനെ ആക്കിയത് വിച്ചു പിടിച്ച് ഇടി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ബഹളം തൊഴി. അപ്പൊ അങ്ങനെ ബലൂൺ, ആ പെൺകുട്ടി അകത്തുള്ള ഒരു ബലൂൺ ഇല്ലേ, അത് അവക്ക് വെച്ചത് ഹൈഡ്രജന്റെ. അത് നേച്ചിപ്പ് കിങ്ങിണി എടുത്തോണ്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് പോകുന്നുള്ള മൈൻഡ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ പോയി ഞങ്ങള് പകുതി എത്തിയപ്പോഴത്തേക്ക് നിതിമോക്ക് മേടിച്ചു കൊടുത്തത് ആ പിങ്ക് സാധായിരുന്നു. അത് നല്ലതായിരുന്നു. അത് അവക്ക് ഞാൻ മേടിച്ചു കൊടുത്ത. അത് ദൈവള് കൊണ്ടുവന്നു. എന്നിട്ട് അത് കളിക്കുന്നുണ്ടോ അതും ഇല്ല. സൂപ്പർ അമ്മു ചേച്ചി എന്റെ ബലൂൺ പോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്റെ ബലൂൺ പോയെന്ന്. ഇത് മുത്തശ്ശി മേടിച്ചോണ്ട് കൊടുത്തത്, അത് അച്ചു വാങ്ങി കൊടുത്താന്നുണ്ട്. അത് ചിപ്പിക്ക് മേടിച്ചു കൊടുത്താന്നുണ്ട് ഡിനോസറിനെ. അതും കൊണ്ടുവന്നവള്. മറ്റേത് പാപ്പു മേടിച്ചു കൊടുത്തത്. ഇതെല്ലാം നാളെ കൊണ്ടുവന്നുണ്ടോ? കണ്ടാ നീ വഴക്കിട്ട് പണങ്ങിയിരിക്കുക. അയ്യോ ഇതെന്തൊരു സാധനം ഇരിക്കുന്നേ? ഇതൊക്കെ നമ്മുടെ മരുമകനെ മുഖം കാണുന്നില്ല. അവിടെ കുഞ്ഞുവട്ട് മക്കുണ്ടാക്കിയോ പൂട്ടി? ജാനി നോക്കി, ജാനി അച്ഛനെ ഇത് ലൈറ്റ് ഓഫ് ആക്കണം, ഇതിന്റെ സെറ്റിങ്സ് മനസ്സിലാവണമെങ്കിൽ. സൂപ്പർ. കാക്കാച്ചി
ഡ്രാക്കുള ചോര ചോര എന്നാ ഞാൻ ചിന്നേരൻ ഡ്രാക്കുള. അയ്യോ ഞാനെന്താ ചിന്നേരൻ ഡ്രാക്കുള. ഒരു 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം എവിടെ നിന്ന് കിട്ടി? ഒരു പിങ്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ചു കൊടുത്ത് മാറിപ്പോയതാണോ? ആ ഇതും മാറി എടുത്തോണ്ട് വന്നാ. എന്റെ അവരുടെ കയ്യിലുണ്ട് 2 വലിയ ഡ്രാക്കുള, കുഞ്ഞു ഡ്രാക്കുള. കാല് ഇവിടെ നീന്തി പോകുന്ന നടന്നില്ലേ ചെറുതെ? ജാലി തല ഇറങ്ങി വീഴല്ല കണ്ട. അയ്യോ അതെ ഓരോതരം ഭ്രാന്താണ് മോളെ. പേടിച്ചു. അതെ ഒന്ന് ഓഫ് ആക്കിട്ട് കിടന്ന് ഉറങ്ങുവോ? രാവിലെ നേരെ വിളിക്കാൻ പോണ്ടതാ. ഓക്കെ ഗുഡ് നൈറ്റ്. പാറുവിന്റെയും പുഞ്ചിയുടെയും ഒക്കെ വീട്ടിലോട്ട് പോകുന്നതിന് ഒരുങ്ങി നെകളിച്ച് നിൽക്കുക കേട്ടോ. എന്നിട്ട് നിന്ന് പാട്ട് പാടുക. സിന്ധു വരണ്ട സിന്ധു വരണ്ട എന്നെ കൊണ്ടാകാമെന്ന് ചോദിച്ചത് പാട്ട്. ഞാൻ ഇന്ന് തമ്പുരുവിൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് തമ്പുരുവിന് പിന്നെ സൂത്രമൊക്കെ മേടിച്ചു കൊടുക്കും. നീ ഇത് കൊണ്ടുവന്നില്ലല്ലോ. അയ്യേ ചമ്പിപ്പോയേ. പോയി നാളെ കിട്ടും ഇവൻ. പാപ്പു നിനക്ക് മേടിച്ചു തരുമോ മുട്ടായി? പാപ്പുനോട് ഞാൻ പറയും മേടിച്ചു കൊടുക്കണ്ട, തമ്പുരുമോക്ക് മേടിച്ചു കൊടുത്താൽ മതി. 40 രൂപ നമ്മുടെ കൊച്ചിന്ന്. ആ മായി പാപ്പു ഒന്നുമല്ല, എൻ്റെ പാപ്പു അത്. അത് നീ എന്നെ എന്നാ ഒരു കാര്യം ചെയ്യേ, സിന്ധുമ്മയും പൂപ്പിയൊക്കെ ഇടാം, പുത്തൻ ഉടുപ്പൊക്കെ ഇടാം. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളുടെ കൂടെ കാറേ വരാം. ഒരു ശകലം വിശപ്പം. ഒട്ടമ്പി ഇല്ലത് ചേട്ടാ. ഇവിടെ വരുമ്പോൾ ഇവിടെ കൂടുവേ, അവിടോട്ട് പോകുമ്പോൾ അവിടെ കൂടും. സുധാമ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മാറ്റുമില്ല. ഇപ്പം നീ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട. ചട്ടമ്പി പറയാമ. ഞാൻ ഇത് അക്കരപ്പച്ചയാണ്. ഈ പ്രാവശ്യം വന്നിട്ട് അധികം ദിവസം നിന്നില്ല. പക്ഷെ അതിൽ നിന്ന് നിന്നില്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു അല്ലേ? ആൾക്കാരുണ്ടായിരുന്നു, വൈബായിരുന്നു. ഇനി സ്കൂളിൽ നേഴ്സ്. ഓ അയ്യോ, നീ വെക്കേഷൻ ആകുമ്പോ വരുന്നേ കൊണ്ട് ചെന്നിട്ട് അങ്കമാടി കൊണ്ട് വിടാൻ പോണോ കൊച്ചിനെ? സ്കൂളിൽ നാളെ സ്കൂളിൽ പോവാണോ? ആണോ? എന്നിട്ട് കാറും ഒന്നും ചെയ്യരുത്, അവിടെ ഇരുന്ന് പഠിച്ചോണം മിടുക്കിയായിട്ട്. മണ്ണിലൊന്നും കളിക്കണ്ട. സ്കൂളിൽ പോകുന്നത് മണ്ണിൽ കളിക്കാനൊന്നുമല്ല. മാർച്ച് ജൂണിലാ തുറക്കുന്നേ. മാർച്ചിലാ പരീക്ഷ പിള്ളേരുടെ. അയ്യോ ചൂനെ, വിശക്കുന്നുണ്ടോ കൊച്ചിന്? വിശക്കുന്നുണ്ടോ? ചപ്പാത്തി വേണോ? 10 മണിയും 11 മണിയൊക്കെ കണക്ക് ഇവരുടെ രാവിലത്തെ കാപ്പി കൂടി. വേണോ? എനിക്ക് ചപ്പാത്തി വേണോ? അത് ഉടുപ്പ് മാറി കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി കേട്ടോ മാക്രിയുടെ. എൻ്റെ കോഴി മുട്ട കിട്ടുന്നോ? പോയി മുട്ട എടുക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ രണ്ടും തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ കോഴി മുട്ട ഇട്ടപ്പോൾ കുക്കി. ഇവൻ ചെന്നപ്പോൾ ഇവൻ്റെ കൈക്കിട്ട് കൊത്തി. അതാണ് ഞങ്ങൾ പഠിപ്പിച്ച് വെച്ചേക്കുവാ. ഞങ്ങളുടെ മുട്ട ആരെങ്കിലും എടുക്കാൻ മതി ഉണ്ടോ? കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെ ഇപ്പൊ ഇട്ടെന്ന് തോന്നുന്നു. കേട്ടോ നോക്കട്ടെ. അവളുടെ അച്ഛമ്മ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാവേ. ഓ ശരി അയ്യോ ശരി. പിന്നെ അത് എൻ്റെ ഇന്നമ്മയാ. ചില സമയം പോവും. അത് എൻ്റെ ഇന്നമ്മയാ. അത് നിന്റെ ഇന്നമ്മയാണോ അത്? നീ ഇന്നമ്മ വീട്ടിൽ പോവാണോ? ആണോ? ബേഗ് നിന്റെ ആണെങ്കിൽ ബേഗ് എടുത്തോ.
ബേഗ്, ഒരു ചട്ടം പിച്ചൂന. ഉമ്മയൊക്കെ കൊത്ത്. ഇറങ്ങിയിട്ട് മടിയിൽ ഇറങ്ങിയിട്ട് ശരി ഇട്ടോന്ന്. പോയിട്ട് വരാം കേട്ടോ. ശരി ഇട്ടോ. ഇന്ന് പൈസ അമ്മച്ചി കയ്യിൽ തരാനില്ല. ഞാൻ അച്ഛൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്തേക്കാം. സിറ്റി ചെല്ലുമ്പോ പൊറോട്ട മേടിച്ച് തരാൻ പറയണം കേട്ടോ. കേട്ടോ, പൊറോട്ട മേടിച്ച് ഇരുന്നിട്ട് പോയാൽ മതി. അമ്മച്ചി പറ്റ അച്ഛൻ്റെ ഫോണിനകത്തിട്ട് കൊടുത്തേക്കാവേ. വേണ്ട, പൈസയൊക്കെ ഉണ്ട്, ഞങ്ങള് കാപ്പി കുടിച്ചോളാം. ഇന്ന് അമ്മച്ചിയുടെ കയ്യിൽ തരാനില്ലേ? അതാ ഇവിടെ സംഘത്തില് പൈസ അടക്കായിരുന്നു ചോദിച്ചായിരുന്നു. ഫോണിട്ട് കൊടുത്തേക്കാം അമ്മ. വേണ്ടെന്ന് പറയാം. വേണ്ട, പൈസ ഒന്നും വേണ്ട, ഞങ്ങള് പോവാന്ന് പറയാം. പോ പോവാ. അവക്ക് ആ സാധനം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഈ പ്രാവശ്യം എന്താ പറയാ, ഇച്ചിമ്മയും പാപ്പും കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. ചൂനന്റെയാന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. ആ കഞ്ഞാണിണ്ട് അവിടെ. ഭയങ്കര സ്നേഹമാണ് കേട്ടോ കല്യാണീനെ. എന്നോട് ഉറക്കണ്ട് ഫസ്റ്റ് ചോദിച്ച കാര്യം കേട്ടോ, അമ്മ ചേട്ടായിയോന്ന്. ഞാൻ പറഞ്ഞു ചേട്ടായി സ്കൂളിൽ പോണ്ടേ മോനെ, പോയില്ലേ? ആണോ? ഇന്നലെ രാത്രി അവനോട് ഇവള് പോവാ, ഇന്ന് പോവാന്ന് പറഞ്ഞപ്പോ അവന്റെ സൗണ്ട് മാറിയത് കാണണേ. ആണോ? നാളെ എനിക്ക് പഠിത്തമില്ല എന്നിട്ട് ഇനി പോവാണോന്ന്. അതെ മുട്ടി ഉറക്കത്തിൽ നിന്ന് എണ്ടിരിക്കുന്ന. കഥ അടച്ചാന്നല്ലോ അല്ലേ. മുട്ടിച്ചു ടാറ്റ എടുക്ക്. ആ പോവാ. 2 months കഴിഞ്ഞ് കാണാൻ പറ. അതാ കായ കക്കച്ചു. 2 months കഴിഞ്ഞ് കാണാൻ പറ. പ്രാർത്ഥിച്ചേക്കണേന്ന് പറ. സ്കൂളിൽ പോവാന്ന് പറ. ഓക്കെ എന്ന് പറ. എല്ലാരോടും ടാറ്റയൊക്കെ പറഞ്ഞ് കുറച്ച് വിഷമത്തോടെ ആയാലും കൊച്ചു പോകുന്നുണ്ട് കേട്ടോ. നല്ല വിഷമമുണ്ടേ. നാളെ വരാന്ന് കേട്ടോ. പോകുന്ന കണ്ടപ്പോൾ എന്നെ നിർത്തിയിട്ട് പോകുന്ന കണ്ടപ്പോൾ ഒരു സങ്കടം ഉണ്ടെന്ന് തോന്നേ. അമ്മ നാളെ വരാൻ കേട്ടോന്ന്. പോകുന്നുണ്ട്. എന്താ ദൈവമേ, ഇത്രയും ദിവസം 2-3 ദിവസം ഉള്ളതിൽ നല്ല സന്തോഷമായിരുന്നു. എന്നാ പറഞ്ഞാലും ഈ പിള്ളേരുണ്ടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതുങ്ങളായതുകൊണ്ടല്ലേ ഇങ്ങനെ എപ്പോഴെപ്പോഴെങ്കിലും ഓടി വരുന്നേ. പോയി കേട്ടോ. ഇത് കണ്ടോ, വെറുതെ എത്ര രൂപയുടെ സാധനം മേടിച്ചതേ കൊണ്ടുപോകണമെന്നൊക്കെ ഇന്നലെ വൈകിട്ട് പ്ലാൻ പറയുന്നതൊക്കെ കേട്ടതാണ്. ദേ കിടക്കുന്ന കണ്ടോ, എല്ലാം ഇട്ടിട്ട് മറന്നുപോയി. ഈ എന്നാ പറയുന്നത്, എനിക്കത് കണ്ടിട്ട് സങ്കടവും വരുന്നുണ്ട്. ചെടി കെട്ടി വെച്ചു, അതും കൊണ്ടുപോയില്ല. പിന്നെ കളിസാധനമൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകുന്ന അത് ചെടി കട്ട് ചെയ്ത് വെച്ചതാണ്. വണ്ടിയെ വെച്ചിട്ട് പോയി. ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്, അതും മറന്നുപോയി. ഈ തല്ലി അലച്ചൊരു പോക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ കുറേ കൊണ്ട് വെച്ചിട്ട് പോവാം, തുണി സാധനങ്ങളൊക്കെ അവരുടെ കൊണ്ട് വെച്ചിട്ട് വരാൻ പറഞ്ഞതാണ്. ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയി. ഇതാണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, അമ്മൂനെങ്ങാനും കൊടുക്കാം. അവിടെ നട്ടു നോക്കട്ടെ. നമ്മുടെ ഇവിടുത്തെ അമ്മൂന് കൊടുക്കാം. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ പിള്ളേർ തൊട്ട് ഒന്നും ചെയ്തില്ലേ. രാവിലെ എണീറ്റ് വന്ന് ചേട്ടനെ വഴക്ക് പറയാം, ഇതെല്ലാം എടുത്തു വെച്ചോണം, വണ്ടി ഇങ്ങിണ്ടിയൊക്കെ കൊച്ചിൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം. ആഹാ, നല്ല മഴ പെയ്തോ. പിന്നെ ഇത്രയും നനയാണെങ്കിലോ. അയ്യോ, നമ്മുടെ ഇതിലെല്ലാം ചെളി ഉണ്ടായിരുന്നു. ഇത് അയ്യോ, ഇപ്പം ഇച്ചിരി വെള്ളം കൂടെ അടിച്ചു വിടാമെങ്കിൽ കുറച്ച് വൃത്തിയായി കിട്ടും. ഉണ്ടോ, അത്യാവശ്യം നനഞ്ഞു അല്ലേ. അല്ല ഇവിടെ സജി ഇന്നലെ രണ്ടു കുടിക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണേ ആൻറ്റീന്ന്. രാവിലെ എണീറ്റിട്ട് എല്ലാം ഓർഡർ ഇടുക സാറ് കേട്ടോ. കൊച്ചിൻ്റെ വണ്ടി എടുത്ത് തുടച്ച് കട്ടിലേക്ക് കയറ്റി വെക്കണം. സൈക്കിൾ ഇതേ കിടക്കുന്നത്. പിന്നെ കൊച്ചിൻ്റെ വണ്ടിയെല്ലാം പിറക്കി വെക്കണം. ബലൂണെല്ലാം കൊണ്ടുപോകാൻ മറന്നുപോയി. കുറേ ബലൂണുണ്ട്. 2 കണ്ട് പൊട്ടിപ്പോയി. 40 ഉള്ളോ? ആണോ? 40 കൊണ്ടാ. അത് എത്രയാണോ എനിക്കറിയത്തില്ല. എത്രയാണെന്നറിയത്തില്ല. മഴ ചെറുതായിട്ട് ചാറിയിട്ടുണ്ട്. റെഡിയാവും തോന്നുന്നു. ഇച്ചിരി വ്യത്യാസമുള്ള പോലെ തോന്നുന്നുണ്ട്. കാ പിടിക്കുന്നൊന്നുമില്ല, അല്ല ആയതല്ലേ ഉള്ളൂ. ചിലപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കും. നല്ല തണുത്ത കാറ്റല്ലേ. തണുത്ത കാറ്റെന്ന് വെച്ചാൽ തണുത്ത കാറ്റ്. ഇന്നലെയൊക്കെ എൻ്റെ പൊന്നെയും മുറ്റത്തോട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ കട്ടിലും
ഇതുമായിട്ട് മല്ലടിച്ച് അവിടെ ഇരുന്നു. പിള്ളേരുടെ കൂട്ടി ഞാൻ ഒന്നും ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ദൈവം, ശരീരത്തിനും ഒരു സുഖമില്ല. കുറച്ച് ദിവസം കിടന്നുകൊണ്ട് മേളാങ്കിച്ചല്ലോ. 3-4 ദിവസം റെസ്റ്റില്ലാത്ത പരിപാടികളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയായിട്ടും എല്ലാമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇതുമില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് അനങ്ങി ചെയ്യുകയും പിറക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റിയിരുന്നാവുക. എന്നാ ചെയ്യാനാ. അതുകൊണ്ട് ഇന്നലെ ഒന്നും ചെയ്തില്ല. ഇന്നിനിപ്പോൾ എല്ലാം ചേട്ടാ എന്നെ രാവിലെ പറഞ്ഞ് ഏൽപ്പിക്കുക, തുടയ്ക്കൊന്നും വേണ്ടടി, കൊച്ചിൻ്റെ വണ്ടി അത് ഇതൊക്കെ എടുത്ത് വെച്ചോണേ എന്നൊക്കെ പറയുമായിരുന്നു. ഇനും വയ്യ, ഭയങ്കര നടുവേനയും കാലിന് വേനയും ഒക്കെയാണ്, ചെവി വേനയും. ഇപ്പോൾ 2 ദിവസമായിട്ട് ചായക്കടയിലല്ലേ, 2 ദിവസമായിട്ട് ഇപ്പുറത്ത് ബേക്കറിയിലാണ്. എന്നാന്ന് വെച്ചാൽ അമ്മമാരെല്ലാം മലയ്ക്ക് പോയേക്കുക. വന്നോ ശ്രീകുട്ടനൊക്കെ? ഇന്ന് വരുമോ? ഇന്ന് വരുമായിരിക്കും. ചാമ്പ പിടിച്ച് 3 കൂടെ കെട്ടി വയ്യ കമ്പ്. നോക്കി ഓരോന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാ സാറ്. കുമാരിയമ്മ മേടിച്ച് കൊടുത്ത ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. എൻ്റെ ദൈവം പാവം. എന്നെ വയ്യെന്ന് പറഞ്ഞാലും പണിയാൻ പോയില്ലേ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ യൂട്യൂബ് ഭയങ്കരമായിട്ട് തന്നെ ഫോണ് മറന്ന് വെച്ചിട്ട് പോയി. കണ്ടോ, അവിടെ ഇറങ്ങി നിന്നിട്ട് ആയാലും പോകുന്നതിന് മുമ്പ്, വഴി ചെല്ലുന്നതിന് മുമ്പേ ഓർത്തത് നന്നായി. ഇച്ചിരി കൂടെ വെള്ളമെല്ലാം ഇല്ലെല്ലാം ഒന്ന് പിടിച്ചൊഴിച്ചായിരുന്നു ഞാൻ അഴുക്കങ്ങ് പോയേനെ. പക്ഷെ കെട്ടി വെക്കണോ? പാഷൻ പൂട്ട്. അയ്യോ, ഇന്നാണെങ്കിൽ ഒരുക്കി വിടാൻ നല്ലതായിരുന്നു നനഞ്ഞ് കിടക്കുമ്പോൾ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്നെ പെട്ടെന്ന് കള കയറുന്നുണ്ടോ. കഴിഞ്ഞ ദിവസമല്ലേ നമ്മളിവിടെ ഒക്കെ ഒരുക്കിയത്, പക്ഷെ പെട്ടെന്ന് കള കയറും. അതുകൊണ്ടോ ഇന്ന് ഒരുക്കി വിടാൻ നല്ലതായിരുന്നു. പെട്ടെന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മെഷീനെ കയറാൻ വന്നതാണ്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ, ഇവിടെയാണ് ഞാൻ ഇപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ശ്യാമള ചേച്ചിയും കണ്ണനും വന്നതാണ്. ശ്യാമള ചേച്ചിയും കൊണ്ട് നാളുണ്ട്, മെഷീനെ കിടപ്പുണ്ട്. മെഷീനെ ആൾ കിടപ്പുണ്ട്. നമ്മുടെ സുന്ദരി മറിയാമ്മ വന്നാ കേട്ടോ. എൻ്റെ ഫോട്ടോ എടുക്കാം. ഞോക്കട്ടെന്നൊന്നും പറയണ്ട, ഞോക്കണ്ട നീ, ഞാൻ കാണിക്കത്തില്ല. ചായക്കുട്ടൻ എന്തേടി? ആണോ? ചായക്കുട്ടൻ അക്കച്ചിയോ? അക്കച്ചിയോ? ചേച്ചി എന്നാ പോവാണ്. ആ ചായക്കുട്ടൻ്റെ അമ്മ നിന്റെ ആരാ? ഇത് കണ്ടോ ഒരു സൂത്രം, ഇത് കണ്ടോ ഒരു സൂത്രം. ഇതേ ഈ ഇലയിലൊന്ന് തൊട്ടേ, ഇതേലൊന്ന് തൊട്ട് നോക്കിയേ. ഈ ഇല ചെറിയതായിട്ട് തൊട്ടേ. ഉറങ്ങിപ്പോയി തോട് ഉറങ്ങിപ്പോയി. ആ കണ്ടോ, കണ്ടോ? കൊച്ചു തൊട്ടത് ഉറങ്ങിപ്പോയി. അയ്യോ, ഉറങ്ങിയോ? ആ അങ്ങനെയാ സൂത്രം. നല്ല തലക്കറിയുണ്ട്. പക്ഷെ ഇന്ന് ആൾക്കൊരു ഊരില്ലാത്ത മാതിരി കേട്ടോ, ഒരു ആരോഗ്യക്കുറവ് കൊടുക്കാം ഇന്നുണ്ടല്ലോ. നമ്മളിപ്പം പോയിട്ട് വന്നതാണ് കേട്ടോ കട്ടപ്പന വരെ. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ പൊന്നെ, ഇവിടുന്ന് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. കാറ്റും ഭയങ്കര തണുപ്പ്. വന്നിട്ട് ഇത്രയും ദിവസം വലിയ ചുമയൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ചുമ. അതിനെക്കാട്ടി ഉപരി കാലേ കൂടെ എല്ലാം മസിൽ കയറിയിട്ട് പെടഞ്ഞു പൊളഞ്ഞു. എന്നെ കാണിക്കുന്ന തരത്തില്ല. ഞാനോർത്ത് മിക്കവാറും ആശുപത്രിയിൽ പോകേണ്ടി വരുമെന്ന്. അയ്യോ, ഞാൻ ശരിക്കും വരണ്ടു. വേറെ ആരും കൂടെ ഇല്ല. എന്നാ ചെയ്യും ദൈവമേന്ന് സത്യം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യുന്നു ചേട്ടായി? എൻ്റെ പൊന്നെ, ഞാൻ പിന്നെ അവിടെ ഇരുന്ന് മാതാവിൻ്റെ പ്രാർത്ഥന എല്ലാം ജോലി കേട്ടോ. എത്ര നേരം കൊണ്ട് ഞാൻ എനിക്ക് അറിയത്തില്ല. അതേപോലെ വിലങ്ങുവാണോ, ചങ്കിനകത്ത് എന്നാ വിഷമം കാണിക്കുവാണോ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ദേ ഞാനിത് അടിച്ച്, സ്പ്രേ ഒക്കെ അടിച്ച്, പിന്നെ വേറെ ഇത് ഒത്തിരിയോ ഈ സ്പ്രേ ഒക്കെ തന്നപ്പോൾ ഒരുപാട് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഇത് അടിച്ച് കഴിഞ്ഞപ്പം പറയാം എനിക്ക് ഇച്ചിരി ആശ്വാസം ഉണ്ടെന്ന്. ഇതടിച്ച് കഴിയുമ്പോൾ പറഞ്ഞില്ലേ ഇച്ചിരി ആശ്വാസം ഉണ്ടെന്ന്. ആ എൻ്റെ പൊന്നെ, അത് തന്ന കൊച്ചിനെയൊക്കെ അവരെയൊക്കെ ഓർക്കുമോ ഈ സമയത്ത്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കറി പപ്പടം, പയറുതോരൻ, ചെറുപയർ ഒലത്തി, പിന്നെ മീൻകറി കേട്ടോ. ഇന്ന ഒരു ഊരില്ലാത്ത മാതിരി ഇരിക്കുന്നേ. ഒട്ടും എന്തോ ഒരു വയ്യാഴി എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പടി ഒരു അവശത ക്ഷീണവും കാര്യങ്ങളും ഒക്കെ. നീ പണിയല്ലേ എന്നും, അതായിരിക്കും. പിന്നെ കാലാവസ്ഥ ചേഞ്ചിൻ്റെ കാണും. ആ മസിൽ പിടിക്കുന്ന പോലെ ശ്വാസം പിടിക്കാൻ പറ്റുന്നില്ലെന്ന് എന്നാന്നറിയത്തില്ല. എന്നാ പറയാനാ, നമ്മുടെയൊക്കെ ഓരോ തലവര അനുഭവിക്കുകയല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. 2-3 ദിവസം നല്ല പണിയായിരുന്നു അല്ലേ? ഇപ്പുറത്തെ കടയായിരുന്നു. അപ്പോൾ ഭയങ്കര പണി കൂടുതലും ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു. കേട്ടില്ല.
ഞാൻ കട്ടാക്കിയായിരുന്നു എന്നാ പറഞ്ഞേ? എല്ലാവർക്കും ഉണ്ണാന്ന്. വായോ എല്ലാവർക്കും കൂടെ ഉണ്ണാന്ന്. അങ്ങനെ ചേട്ടായി ചോറൊക്കെ ഉണ്ടിട്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ. ഭയങ്കരമായിട്ടൊരു ക്ഷീണവും വയ്യാഴികയും എന്നാന്ന് എനിക്കറിയത്തില്ല. ഇന്ന് അവിടെ ഇങ്ങനെ പറയുന്നത് കട്ടപ്പനയിൽ പോയി ഇതിൻ്റെ മുറ്റത്ത് നിന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര കാറ്റും തണുപ്പൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് കാലുവഴിയൊക്കെ മസിലൊക്കെ കീറിയിട്ട് ഭയങ്കര ഒരു വയ്യാത്തൊരവസ്ഥയും എന്തോ ഒരു ഭയങ്കര ഒരു വയ്യാഴികയൊക്കെ വന്ന് ഞാൻ പേടിച്ചു പോയി. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. എന്നേലും വയ്യാഴിക ആശുപത്രി പോകേണ്ടി വരുമെന്ന് അതേപോണക്കൊരവസ്ഥ മാതിരി കാണിച്ചു. എന്നാന്ന് എനിക്കറിയത്തില്ല. ചങ്കിനകത്തോ വയറിൻ്റെ മൊത്തത്തിൽ വട്ടത്തിൽ വിലങ്ങുന്ന മാതിരിയോ അങ്ങനെ എന്നാണ്ടൊക്കെ ആയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാന്ന് അറിയത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയോ നമുക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയുടെയും കാണും, പിന്നെ ശരീരത്തിന് എന്നും കൊന്നും പണിയും കാര്യങ്ങളും അല്ലേ. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളിലൂടെ ടെൻഷനും അതൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കും വരുന്നതാണെന്ന് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്നാ നമുക്ക് ഒന്നിനും ഒരു ഇത് പ്രതിവിധി കാണാൻ പറ്റത്തില്ല അല്ലേ. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ തന്നെ ചെയ്യുന്നത്. ഭയങ്കര ഒരു ഇതായി. പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോണേ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് ഇല്ല. എൻ്റെ മാതാവമ്മേ കൈവിടരുതേ, ഇത് എന്നാന്ന് അറിയത്തില്ല മാതാവ്, എൻ്റെ ചേട്ടായിക്ക് ആരോഗ്യം കൊടുക്കണേ. മസിലൊക്കെ കയറി കഴിഞ്ഞാലത്തെ അവസ്ഥ അറിയത്തില്ല എല്ലാവർക്കും. മസിലൊക്കെ കയറിയവർക്കറിയാം അല്ലേ. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 10-20 മിനിറ്റ്, 10-20 അല്ല, ഞങ്ങളൊരു 10 മണിക്ക് മുമ്പേ അവിടെ ചെന്നു. അപ്പം ചെന്ന് ഇവിടുന്ന് ബസ്സേ കയറാൻ നിന്നപ്പോഴൊന്നും വലിയ ഇത് പറഞ്ഞില്ല. എന്തോ ഒരു വയ്യാഴിക എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങി അത്രയും നടന്ന് കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാണേലും ഒരു മണിക്കൂറിനടുത്ത്, ഒരു 3/4 മണിക്കൂറിനടുത്ത് ചേട്ടായി എന്തൊക്കെയോ കടന്നുകൊണ്ട് വിഷമം അനുഭവിച്ച് അവിടെ കിടന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങ് മാറി കേട്ടോ. ബുദ്ധിമുട്ടിച്ചിരിയൊക്കെ മാറി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിപ്പം ഇച്ചിരി ശകലം ചോറും ഒക്കെ കഴിച്ച്, ഇച്ചിരി ചോറൊക്കെ കഴിച്ചിട്ട് മീനൊന്നും പണ്ടേ ഇഷ്ടമില്ല. പിന്നെ തേങ്ങ അരച്ച് തലയൊക്കെ വെച്ച് ലേശം കൂട്ടുന്ന ഇച്ചിരി കഴിച്ചിട്ട് കയറിക്കിടന്ന് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങട്ടെ അടിയെന്നും പറഞ്ഞുകൊണ്ട് കയറിക്കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഞാനത് റെസ്റ്റ് എടുക്കട്ടെ. ഇതില്ലെങ്കിൽ ആശുപത്രി പോകാമെന്ന് വിചാരിച്ചു. ചെവിക്ക് നമുക്ക് പാലായി എന്നായിരുന്നു മേടിച്ചത്. കണ്ണം കൊണ്ടുപോയി ആ മരുന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ രാവിലെ അതിൻ്റെ ഗുളികകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നാളെ എങ്ങാനും ഒന്നുകൂടെ പോയി മൊത്തത്തിൽ എന്നാന്നുള്ളത് ഈ വിഷമം ചങ്കിനകത്തും ഒക്കെ വിഷമം തോന്നുന്നത് എന്നാന്നൊക്കെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കിടക്കുന്ന കേട്ടോ ചേട്ടായുടെ വിശേഷങ്ങൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2-3 ദിവസം മുമ്പൊക്കെ ഇച്ചിരി എടുത്തൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാവരും വന്നിട്ട് പോവുകയും വർക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് മനസ്സിനൊക്കെ എന്തൊക്കെയോ ഒരു ഇതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ഇത്രയും ദിവസം നമ്മൾ എടുത്തെടുത്ത് വെച്ചിരുന്ന വീഡിയോസാണ് ഇട്ടിരുന്നത്. അപ്പം പിള്ളേർ പോകുന്നതിൻ്റെയും അങ്ങനെയൊക്കെ ഇച്ചിരിയൊക്കെ എടുത്തതും പിന്നെ തലേദിവസം ഫുഡ് കഴിക്കുന്നതിൻ്റെയും അങ്ങനെ ഉണ്ടാക്കി ഇച്ചിരിയൊക്കെ എടുത്തതൊക്കെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ സമയത്ത് ഉപ്പുവരെ പോയി ബസ് കയറാൻ നിന്നപ്പോൾ നമ്മുടെ സൂസമ്മ ചേച്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ കൽത്തൊട്ടി കൊണ്ടുവച്ച ഒരു മരണമുണ്ട്, അതിന് പോവാടിയും പറഞ്ഞു. അപ്പം പെട്ടെന്ന് വണ്ടി വന്നു. പിന്നെ കൂടുതൽ സംസാരിക്കാനും പറ്റിയില്ല, എവിടെ എന്നാന്നൊന്നും അറിഞ്ഞില്ല. അത് തിരിച്ച് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ലെപ്പക്കടയിൽ വെച്ച് വീണ്ടും ചേച്ചി ഞങ്ങൾ വന്ന ബസ്സിൽ തന്നെ വന്നു. എൻ്റെ സീറ്റിൽ തന്നെ സീറ്റും കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ ചേച്ചി മരിച്ചതെന്നൊക്കെ ചോദിച്ചപ്പോൾ നമുക്ക് ഈ സ്ഥലം തന്നെ അപ്പച്ചഞ്ഞാണ്ടില്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ഇട്ടതിനകത്ത് അപ്പച്ചഞ്ഞാൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഇരിക്കുന്ന എവിടെ പോവാ പള്ളിയിൽ പോവാണോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞേ. അപ്പച്ചഞ്ഞാൻ്റെ പെങ്ങടെ മോൻ മരിച്ചു പോയതാ കേട്ടോ. 37 അങ്ങോട്ട് വയസ്സേ ഉള്ളൂ. എൻ്റെ പൊന്നെ ലെപ്പക്കടയിലും വെള്ളാങ്കണ്ടത്തിലും ഒക്കെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ചെറുപ്പക്കാരനും കേട്ടോ. എനിക്കറിയത്തില്ല, അങ്ങനെ ഞാൻ കണ്ടായിട്ടൊന്നും ഒരു ഓർമ്മയില്ല. നമ്മുടെ വീടിൻ്റെ നേരെ മുകളിലുള്ള താമസിക്കുന്ന ചേട്ടൻ്റെ പെങ്ങളുടെ മോനാണ് കേട്ടോ. 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടടി കൊച്ചേ. ജീവിതം ഒരു തുടങ്ങിയതല്ലേ ഉള്ളൂ. എന്നെ ചെയ്യാൻ അതുകൊണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. അപ്പനെയും അമ്മേനെയും ഭാര്യേനെയൊക്കെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഒരു നല്ലൊരു മോനായിരുന്നടി. അതിനെക്കാട്ടി ഉപരി ഭയങ്കര ദൈവവിശ്വാസവും കാര്യങ്ങളും ഉള്ളൊരു മോനായിരുന്നടി എന്നൊക്കെ പറഞ്ഞു സൂസമ്മ ചേച്ചി അവിടെ തുടങ്ങി ഇവിടെ വരെ പറയുമായിരുന്നു കേട്ടോ. ഇവിടുന്നെല്ലാം ആൾക്കാർ വന്നേക്കുന്നതെന്ന് അറിയത്തില്ല. സൂസമ്മ ചേച്ചി അവിടെ ചെന്നതിൽ അപ്പക്കടെ ഇറങ്ങി നിന്നപ്പോൾ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ അമ്മച്ചീന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി വണ്ടി ഓട്ടോ പിടിക്കാനായിട്ട് ചെന്നപ്പോഴേ എങ്ങോട്ടാ അമ്മച്ചി എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളും ആ വീട്ടിലോട്ട് അമ്മച്ചി ഞങ്ങളോട് പഠിച്ചാൽ ഞങ്ങളോട് ജോലി ചെയ്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂസമ്മ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോട്ടോ. പൈസയൊന്നും മേടിച്ചില്ലെന്ന് ഓട്ടോക്കാശൊക്കെ. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങനെ തന്നെ 2 പിള്ളേരൊക്കെ കൂടി ചെയ്തടി. അവൻ്റെ നന്മ എല്ലായിടത്തൂടെയും മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നെ ആ പെങ്കൊച്ചിൻ്റെ ജീവിതം ഓർത്ത് നോക്കിയേ. 3 വയസ്സുള്ള ഒരു കുഞ്ഞുവാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി പറയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർക്കും ദൈവവും ശരിക്കും നല്ലവരെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. തമ്പുരാനും
അത് മതി അല്ലേ. എന്തേലും ദ്രോഹങ്ങളാണ് നടക്കുന്നത്, അപ്പനെതിരായിട്ടും അമ്മയ്ക്കെതിരായിട്ടും മക്കൾക്കെതിരായിട്ടും എന്തൊക്കെ ഓരോരോ രീതിയിൽ ദ്രോഹിക്കുന്ന ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ദുഷ്ടതരം കാണിക്കുന്നവരെ ഒന്നും ദൈവത്തിനും വേണ്ട. സത്യം ഞാൻ പറയുക, ഈ എൻ്റെ ദൈവം ഇത് കേട്ടിട്ട് ഇവിടെ വരെ ലബക്കട തുടങ്ങി ഇവിടെ വരെ സൂസം ചേച്ചി അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്ന് സഹിക്കാൻ പറ്റുന്നില്ലടി കൊച്ചെന്നും പറഞ്ഞുകൊണ്ട്. എന്നാ ദൈവമേനെ അവർക്കൊക്കെ താങ്ങാനും സഹിക്കാനും ഉള്ളൊരു ശക്തി കൊടുക്കട്ടെ അല്ലേ. അതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കിങ്ങിണിയുടെ ഒരു ബലൂണ് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഒരെണ്ണം ഇച്ചിരി ചുങ്ങി താന്നു, ബാക്കി 3 അതേപോലെ തന്നെ കിടപ്പുണ്ട്. അപ്പം ഇന്ന് ആ 2-3 ദിവസം ഇച്ചിരി എപ്പോഴൊക്കെയോ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസൊക്കെ കൂടി എഡിറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. എനിക്കും ഈ പറഞ്ഞ നമുക്ക് ചേട്ടായിക്ക് എന്തെങ്കിലും ഒരു ഇതെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനും വെപ്രാളവും ഭയങ്കര ഒരു ഇതുവാണ്. ചേട്ടായി സ്ട്രോങ് ആണെങ്കിൽ ഞാനും സ്ട്രോങ്ങാണ് ഒരു പരിധി വരെ. അപ്പം എനിക്ക് ഒന്നാമതേ 2-3 ദിവസം കൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ ഒരു മനസ്സിനൊക്കെ ഒരു ഭയങ്കര വിങ്ങലും വിഷമമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ചേട്ടായുടെ വയ്യാഴികയും കൂടെ. അപ്പോൾ ചേട്ടാ എണീറ്റിട്ടൊക്കെ നോക്കിയിട്ട് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ഇച്ചിരി ഇതാവൂടിയെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. ചേട്ടായിക്ക് പെട്ടെന്ന് എല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും മാറി നല്ല ആരോഗ്യമൊക്കെ എനർജിയായിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വേറെ വലിയ മാരക രോഗങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് ദൈവം തന്നിട്ടില്ല. തമ്പുരാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ജലദോഷവും ഒരു ചെറിയ വേദനയും കാര്യങ്ങളും അങ്ങനെയൊക്കെ അത് നമ്മൾ ദൈവത്തെ ഒന്നുകൂടെ കൂടുതൽ അറിയാനായിട്ടും അടുക്കാനായിട്ടും വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു വിശ്വാസം ഒക്കെ. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലോട്ടൊക്കെ ചെന്ന് നോക്കിയാൽ അറിയാമല്ലോ ഓരോരുത്തർ കിടന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നല്ല ആരോഗ്യവാനായിട്ട് നല്ല എനർജിയോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ചേട്ടായിക്ക് എന്തെങ്കിലും ഒരു വയ്യെന്നോ എന്തെങ്കിലും കണ്ടാൽ എനിക്ക് പിന്നെ ഭയങ്കര പേടിയും ഒരു സങ്കടമൊക്കെയാണ്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ കേട്ടോ. വലിയ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല, എന്നാലും കുഞ്ഞൊരു വയ്യാഴികയാണേലും ഞാൻ നിങ്ങളോട് പറയും. നമ്മുടെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഇടിച്ചു പൊട്ടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ എല്ലാവർക്കും